ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബസിലിക്കകളെല്ലാം മൈനർ ബസിലിക്കകളും ഈ റോമ പട്ടണത്തിലുള്ള 4 ബസിലിക്കകൾ മേജർ ബസിലിക്കകൾ എന്നും അറിയപ്പെടുന്നു. പത്രോസിന്റെ പിൻഗാമികളും അതുപോലെ തന്നെ മെത്രാന്മാരും റോമ പട്ടണം സന്ദർശിക്കുമ്പോൾ ഈ 4 ബസിലിക്കകളും സന്ദർശിച്ച് പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ പൗലോസിന്റെയും വിശുദ്ധ പത്രോസിന്റെയും അതുപോലെ തന്നെ ലാറ്ററൻ ബസിലിക്കയിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ബസിലിക്കയിലും പ്രാർത്ഥിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യ ലീമിന എന്ന് പറയുന്ന 5 വർഷത്തിലൊരിക്കൽ മെത്രാന്മാർ നടത്തുന്ന നടത്തി പ്രാർത്ഥിക്കണം എന്നുള്ളത് നിഷ്കർഷമാണ്. അത് നിയമമാണ്, കത്തോലിക്ക സഭയുടെ നിയമമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വത്തിക്കാൻ ചതുരത്തിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്നത് വത്തിക്കാൻ ബസിലിക്കയുടെ മുഖവാരമാണ്. ഇത് വത്തിക്കാൻ ബസിലിക്ക ആദ്യമായിട്ട് പണി കഴിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. പിന്നീട് അത് പണി കഴിക്കാനുള്ള കാരണം ഇതൊരു കാട് പ്രദേശമായിരുന്നു, കുറ്റവാളികളെ കൊല്ലുന്ന പ്രദേശമായിരുന്നു. അവിടെ കൊണ്ടുപോയാണ് വിശുദ്ധ പത്രോസിനെ തല കീഴായിട്ട് കൊല ചെയ്തത്, കുരിശിൽ തറച്ചു കൊന്നത്. പിന്നീട് അവിടെ അടക്കം ചെയ്യുകയും അന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ വളരെ രഹസ്യമായി ആ കല്ലറ സൂക്ഷിക്കുകയും പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മതപീഡനം ഇല്ലാതായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ കല്ലറയുടെ മുകളിൽ ആദ്യമായിട്ട് ദേവാലയം 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് പണി കഴിച്ചത്. പിന്നീട് ഇപ്പോൾ കാണുന്ന ദേവാലയം അതിബൃഹത്തായ ദേവാലയം AD 506 പോപ്പ് യൂലിയസ് രണ്ടാമന്റെ കാലത്ത് പണി ആരംഭിച്ചെങ്കിലും 120 വർഷങ്ങൾ കൊണ്ടാണ്. ഈ സുന്ദരമായി കാണുന്ന ദൃശ്യം വത്തിക്കാൻ ചതുരത്തിന്റെ ദൃശ്യമാണ്. നേരെ കാണുന്ന വഴിയുടെ പേര് വിയ കൊൻചലസിയോണെ. അത് മുസോളിനി വത്തിക്കാന് നിർമ്മിച്ചു നൽകിയ ഒരു വഴിയാണ്. അതൊരു ഇടുങ്ങിയ പാതയായിരുന്നു, ഒരു രാജപാതയാക്കി മാറ്റി. അതിന്റെ നേരെ ടൈബർ നദി നമുക്ക് കാണാം. ഇത് മുഖവാരമാണ് ഈ കാണുന്നത്. മുഖവാരത്തിന്റെ മുകളിൽ ഉള്ളത് യേശുവിന്റെ രൂപവും അദ്ദേഹത്തിന്റെ ഒപ്പം 12 അപ്പോസ്തലന്മാരുടെ രൂപവുമാണ് ഈ വത്തിക്കാൻ ബസിലിക്കയുടെ. ഇത് വത്തിക്കാൻ ബസിലിക്കയുടെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തലവന്മാര് വന്ന് ഏകദേശം 185 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കായി പ്രതിനിധികളെ അയച്ചിട്ടുള്ളത്. അതിൽ 56ഓളം രാഷ്ട്രത്തലവന്മാർ തന്നെയുണ്ട്. 50ഓളം രാഷ്ട്രത്തലവന്മാർ, ഭാരതത്തിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് അടക്കം 56ഓളം രാഷ്ട്രത്തിൽ 12 രാജാക്കന്മാര് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങൾ, യൂറോപ്പിൽ സന്ദർശിക്കുന്നവർ അറിയാം, ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ട്, രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. 12 രാജാക്കൾ വരാം.